നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയവും സൈനിക നേതൃത്വ ഘടനയും വീണ്ടും ആഗോള ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുജ്തബ ഖമേനി എന്ന പേരിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം, അദ്ദേഹത്തിന്റെ സ്ഥാനം, ആരോഗ്യസ്ഥിതി, മരണം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാവുകയാണ്. ഇറാന്റെ പരമോന്നത നേതൃവ്യവസ്ഥയിൽ പുതിയ മാറ്റങ്ങൾ സംഭവിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം തന്നെ രാഷ്ട്രീയ സൈനിക തലത്തിൽ നിരവധി അനുമാനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. മാർച്ച് 9 മുജ്തബയെ ഇറാന്റെ 3ാമത്തെ പരമോന്നത നേതാവായി നിയമിച്ചെന്ന വിവരം പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ പങ്ക് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് വിശകലനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ അതിന് പിന്നാലെ അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നത് സംശയങ്ങൾക്കിടയാക്കി. പ്രത്യേകിച്ച് പേർഷ്യൻ പുതുവർഷമായ നൗറോസ് ദിനത്തിൽ പോലും ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്യുന്നത് ഒരു പതിവ് രാഷ്ട്രീയ മതപരമായ ആചാരമാണെങ്കിലും ഇത്തവണ അത് സംഭവിച്ചില്ല. പകരം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്രസ്താവന മാത്രമാണ് പുറത്തു വന്നത്. ഇത് സിഐഎയും മൊസാദും ഉൾപ്പെടെയുള്ള ആഗോള ഇന്റലിജൻസ് ഏജൻസികളെ കൂടുതൽ ജാഗ്രതയിലാക്കി. സാധാരണയായി ഇത്തരം അവസരങ്ങളിൽ നേതാക്കൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് അവരുടെ അധികാരത്തിന്റെ സ്ഥിരതയും ആരോഗ്യവും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതിനാൽ മുജ്തബയുടെ അഭാവം ആരോഗ്യ പ്രശ്നമോ സുരക്ഷാ ഭീഷണിയോ അതല്ലെങ്കിൽ തന്ത്രപരമായ ഒളിച്ചുകളിയോ എന്ന സംശയങ്ങൾ ഉയർന്നു. എന്നാൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം മുജ്തബ ജീവനോടെയുണ്ട് എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്കായി സമയം തേടുന്നുവെന്ന വിവരങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്ര സ്ഥാനത്ത് തുടരുന്നു എന്നതാണ് വിലയിരുത്തൽ. ഇതിലൂടെ അദ്ദേഹത്തിന്റെ അഭാവം ഒരു തന്ത്രപരമായ നീക്കമായിരിക്കാം എന്ന നിഗമനവും ശക്തമാകും. ഇതിന്റെ പശ്ചാത്തലത്തിൽ മുജ്തബ സജീവമായി യുദ്ധ നേതൃത്വ നിലയിലേക്ക് എത്തുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ പലരും വിലയിരുത്തുന്നുണ്ട്. മുജ്തബയുടെ വരവോടെ ഇറാന്റെ ആഭ്യന്തര ഐക്യം ശക്തിപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. ഇറാൻ ഇതിനകം തന്നെ മതരാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏകോപനത്തിലൂടെ പ്രവർത്തിക്കുന്ന രാജ്യമാണ്. ഖമേനി കുടുംബത്തിന്റെ തുടർച്ചയായ സ്വാധീനം, പ്രത്യേകിച്ച് മുജ്തബയുടെ നേതൃത്വത്തിൽ, ഭരണകൂടത്തിന് കൂടുതൽ സ്ഥിരതയും നിയന്ത്രണവും നൽകാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, സൈനിക തലത്തിൽ ഇത് കൂടുതൽ ആക്രമണാത്മകമായ നിലപാടിലേക്ക് ഇറാനെ നയിക്കും. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ പ്രോക്സി ഗ്രൂപ്പുകളിലൂടെ പ്രവർത്തിക്കുന്ന ഇറാൻ നേരിട്ട് കൂടുതൽ ഇടപെടലുകൾക്ക് തയ്യാറാകാൻ സാധ്യതയുണ്ട്. മുജ്തബയുടെ ശക്തമായ ആശയപരമായ നിലപാട് പാശ്ചാത്യ രാജ്യങ്ങളോടും പ്രത്യേകിച്ച് ഇസ്രയേലിനോടും കടുത്ത സമീപനം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കും. ഇസ്രയേലിനുള്ള ഭീഷണിയുടെ കാര്യത്തിൽ മുജ്തബയുടെ സജീവ സാന്നിധ്യം ഒരു വലിയ തന്ത്രപരമായ വെല്ലുവിളിയാണ്. ഇസ്രയേൽ ഇതിനകം തന്നെ ഇറാന്റെ ആണവ പരിപാടികളും പ്രോക്സി സൈനിക ശൃംഖലകളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ശക്തമായ വ്യക്തമായ നേതൃത്വ കേന്ദ്രം ഇറാനിൽ ഉറപ്പുവരുത്തപ്പെടുകയാണെങ്കിൽ ഇസ്രയേലിന്റെ പ്രതിരോധവും ആക്രമണപരമായ നീക്കങ്ങളും കൂടുതൽ സങ്കീർണമാകും. മൂന്നാമതായി, മേഖലാ തലത്തിൽ ശക്തി സമവാക്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇറാന്റെ ശക്തിവർദ്ധനയെ ആശങ്കയോടെ കാണും. അതിനാൽ പുതിയ സഖ്യങ്ങളും പ്രതിരോധ സഹകരണങ്ങളും രൂപപ്പെടാൻ പോലും മുജ്തബയുടെ തിരിച്ചുവരവ് ഇടയാക്കും. ഇത് പാശ്ചാത്യ ഏഷ്യയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ വ്യാപിപ്പിക്കാനും ഇടയാക്കാം. അതേസമയം മുജ്തബയുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ സുരക്ഷിതത്വം സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരാത്തത് തന്നെ ഒരു തന്ത്രപരമായ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു എന്നത് വാസ്തവമാണ്. ഇതൊരു സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റിയായി പ്രവർത്തിച്ച് ശത്രു രാജ്യങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ സഹായിക്കും. യഥാർത്ഥ സ്ഥിതി അറിയാത്ത സാഹചര്യത്തിൽ എതിരാളികൾക്ക് കൃത്യമായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇതിന് മറുവശവുമുണ്ട്. ഒരു നേതാവിന്റെ അഭാവം ദീർഘകാലം തുടർന്നാൽ അത് ആഭ്യന്തര അസ്വസ്ഥതകൾക്കും അധികാര പോരാട്ടങ്ങൾക്കും വഴിയൊരുക്കാം. ഇറാനിലെ വിവിധ ശക്തി കേന്ദ്രങ്ങൾ തമ്മിലുള്ള സമതുലിതാവസ്ഥ തകരാൻ പോലും ഇതിടയാക്കും. അതിനാൽ മുജ്തബയുടെ സാന്നിധ്യം അത് പൊതുവായാലും രഹസ്യമായാലും ഭരണകൂടത്തിന് നിർണായകമാണ്. സമഗ്രമായി വിലയിരുത്തുമ്പോൾ മുജ്തബ ഖമേനിയുടെ ജീവനോടെയുള്ള തിരിച്ചുവരവും സജീവ ഇടപെടലും ഇറാനെ താൽക്കാലികമായി ശക്തിപ്പെടുത്താൻ സഹായിക്കാമെങ്കിലും അത് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകാമെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രയേലിനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇത് കൂടുതൽ സുരക്ഷാ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്ന കാര്യമാണ് യാഥാർത്ഥ്യം. അതേസമയം അദ്ദേഹത്തിന്റെ അഭാവം തന്നെ ഒരു തന്ത്രപരമായ ആയുധമായി ഉപയോഗിക്കുന്ന സാധ്യതയും നിഷേധിക്കാനാവില്ല. ഇതുകൊണ്ട് മുജ്തബയുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നതിലും കൂടുതൽ അദ്ദേഹത്തിന്റെ ജീവൻ ഈ യുദ്ധത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.